എല്ലാം തികഞ്ഞവരായി ആരുമില്ല. പോരായ്മകൾ മനുഷ്യ സഹജമാണ്. പക്ഷെ ആ പോരായ്മകൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ വിമർശിക്കുകയല്ല ചെയ്യേണ്ടത്. അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും അതിനെ വിലയിരുത്താനെങ്കിലും ശ്രമിക്കുക. പ്രതികൂല സാഹചര്യത്തിലും സ്നേഹത്തിൻ്റെ ഒഴുക്കിന് തടസ്സമില്ലെങ്കിൽ അതാണ് യഥാർത്ഥ സ്നേഹം. അഹങ്കാരവും അഹംഭാവവും ഉള്ള മനുഷ്യർ ഒരിക്കലും മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിച്ചു കൊടുക്കില്ല. നന്മയുള്ള മനസ്സിനെ മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കഴിയുകയുള്ളൂ. ധാരാളം പ്രതികൂല ചിന്തകൾ നമുക്കുണ്ടായേക്കാം. അവയെ നമ്മുടെ മനസ്സിൽ വേര് പിടിക്കാൻ അനുവദിക്കാതെ അതിനെ മറക്കാൻ ശീലിക്കുക. ജീവിതത്തെ അളക്കുന്നത് നാം എടുക്കുന്ന ശ്വാസത്തിൻ്റെ എണ്ണം കൊണ്ടല്ല, മറിച്ച് നമുക്ക് വിശ്വാസം നിലയ്ക്കുന്ന ചില നിമിഷങ്ങൾ കൊണ്ടാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ജീവിതവും സമയവും. ജീവിതം സമയം നന്നായി ഉപയോഗിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. സമയം നമ്മെ ജീവിതത്തിൻ്റെ മൂല്യം പഠിപ്പിക്കുന്നു. മനുഷ്യൻ രണ്ട് കാര്യങ്ങളിൽ നിസ്സഹായനാകുന്നു. ഒന്ന് ദുഃഖം വിൽക്കാൻ സാധിക്കുന്നില്ല, മറ്റൊന്ന് സന്തോഷം വാങ്ങാൻ സാധിക്കുന്നില്ല. മറ്റുള്ളവരുടെ തെറ്റും മനസ്സിനേറ്റ മുറിവുകളും വെറുപ്പും പ്രതികാരവുമൊക്കെ ചിന്തിച്ചിരുന്നാൽ ഭംഗിയായി ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. ഒരിക്കലും സന്തോഷവും ഉണ്ടാകില്ല. ചിലരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ എത്ര ആത്മാർത്ഥത കാണിച്ചാലും അവരെ മനസ്സിലാക്കാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല. ഹൃദയം നല്ലൊരു കൃഷിയിടമാണ്. അവിടെ എന്ത് വേണമെങ്കിലും നടാം. സ്നേഹം, വെറുപ്പ്, ഭയം, പ്രത്യാശ, പ്രതികാരം, അസൂയ എല്ലാം നന്നായി വളരുകയും കായ്ക്കുകയും ചെയ്യും. എന്ത് കൊയ്തെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. കഠിനമായ വഴികൾ ഒരുപാടുണ്ടാകും. മുറിവുകളുണ്ടാകും. തളർന്നുപോയി എന്നിരിക്കും. പിന്മാറാതിരിക്കുക. സമയമെടുക്കും. പക്ഷെ ലക്ഷ്യസ്ഥാനത്ത് എത്താതിരിക്കില്ല. ഞാൻ നിസ്സാരനാണ്, എനിക്കൊരു കഴിവുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർക്കുക. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത്. സമൂഹം നന്നാവണമെങ്കിൽ വ്യക്തികളിൽ നിന്ന് തന്നെ തുടക്കം കുറിക്കണം. സ്വയം നന്നാവുക എന്നതാണ് നന്മയുടെ ആദ്യ പാഠം. നിരന്തരം പരിശ്രമിക്കുന്നവർ മാത്രമേ ഏത് രംഗത്തും വിജയിക്കാറുള്ളൂ. പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ആന്തരിക ശക്തിയെ കണ്ടെത്തുവാനും ഉണർത്തുവാനും ഉള്ള നിമിത്തങ്ങൾ മാത്രമാണ്. എവിടെ പ്രതീക്ഷയും പ്രയത്നവുമുണ്ടോ അവിടെ വിജയം സുനിശ്ചിതമാണ്. ഓർക്കുക, നിങ്ങളെ ജയിപ്പിക്കുവാനും തോൽപ്പിക്കുവാനും കഴിവുള്ള ഒരാളെ ഈ ലോകത്തുള്ളൂ. അത് നിങ്ങൾ തന്നെയാണ്. വിജയം നേടുവാൻ ഏറ്റവും ആവശ്യമായി വേണ്ടത് വിജയിക്കണം എന്ന തീവ്രമായ ആഗ്രഹം തന്നെയാണ്. ആ തീവ്രമായ ആഗ്രഹമാണ് വിജയത്തിനുള്ള ഊർജം നൽകുന്നത്. ആഗ്രഹം എപ്പോഴും നമ്മുടെ മനസ്സിൽ എരിഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങളുടെ നോവുകൾ സത്യസന്ധമാണെങ്കിൽ കാലം അതിന് പകരം ചോദിക്കാതെ കടന്നു പോകില്ല. അത് കാണുവാനുള്ള അവസരവും നിങ്ങൾക്കുണ്ടാകും. തെറ്റുകൾ നിങ്ങളുടെ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു. അനുഭവങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ കുറയ്ക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളിൽ നിന്നും പഠിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ വിജയത്തിൽ നിന്നും പഠിക്കാൻ തുടങ്ങും. നിങ്ങളുടെ മനസ്സിൽ ഭയത്തോടെ സഞ്ചരിക്കരുത്. സ്വപ്നങ്ങളായിരിക്കണം നിങ്ങളുടെ ഹൃദയത്തെ നയിക്കേണ്ടത്. എന്തിനേയും ഭയമില്ലാതെ നേരിടുക. കാരണം നമ്മുടെ പേടിയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം. എത്ര വലിയ പ്രശ്നത്തിൽപ്പെട്ടാലും മനഃശക്തി കൈവിടാതിരിക്കുക. കാരണം പ്രശ്നങ്ങളുടെ ശക്തിയേക്കാൾ മനസ്സിൻ്റെ ശക്തി ഇല്ലായ്മയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ തളർത്തുക.